നരകത്തിൽ നിന്ന് രക്ഷപ്രാപിക്കാനാ. ആരാണ് എന്റെ പ്രിയപ്പെട്ടവർ ഇത് പറയുന്നതാരാ? നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ മസ്ജിദുൻ നബവിയുടെ മണൽപ്പരപ്പിൽ ഇരുന്നു കൊണ്ട് പറയുകയാണ്, പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബാ സ്വഹാബാ, മാനവ സമുദായത്തെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ചത് നരകത്തിന് വേണ്ടിയാണ് സ്വഹാബാ. പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിലുള്ള പ്രിയപ്പെട്ട സ്വഹാബത്തിന്റെ കണ്ണുകൾ നിറയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഉപദേശം കേൾക്കുമ്പോ, റസൂലുള്ളാഹി തങ്ങളുടെ ആ വാക്യം കേൾക്കുമ്പോ സ്വഹാബത്തിൽ കിറാം പൊട്ടിക്കരയുകയാണ്. ആ കൂട്ടത്തിൽ പൗരപ്രമുഖനായ ഒരു സ്വഹാബി മുത്തുനബിയുടെ മുമ്പിൽ സടകുടായി നീറ്റ് നിന്നുകൊണ്ട് മുത്തുനബിയോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂലേ, നരകത്തിന് വേണ്ടി പടക്കപ്പെട്ട സാധുക്കളായ അടിമകളുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടല്ലോ നബിയേ. നരകത്തിന് വേണ്ടി പടക്കപ്പെട്ട സാധുക്കളായ അടിമകളുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടല്ലോ നബിയേ. ഒരുപാട് നിസ്കരിക്കുന്നവനാ, ഖുർആൻ ഓതുന്നവനാ നബിയേ, ഒരുപാട് ആരാധനകൾ ചെയ്യുന്നവനാ, സുഹൃതങ്ങൾ ചെയ്യുന്നവനാ. എന്നാൽ ആ കത്തിയാളുന്ന നരകാഗ്നിയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ കഴിയോ നബിയേ? ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എന്ത് ത്യാഗങ്ങൾ പോലും ചെയ്യാനും സന്നദ്ധനാണ് നബിയേ. എന്റെ സ്വശരീരത്തെ ബലിയർപ്പിക്കാനും സന്നദ്ധനാണ് നബിയേ. നരകം വേണ്ട നബിയേ, ദുനിയാവിന്റെ തീ കാണുമ്പോ ഭയമാ നബിയേ. കത്തിയാളുന്ന ആ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്കൊരു മാർഗം പറഞ്ഞു തരുവോ നബിയേ? ഇത് കേൾക്കേണ്ട താമസം അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യേണ്ടതില്ലടാ, ഒരുപാട് ആരാധനകൾ ചെയ്യേണ്ടതില്ലടാ, നീ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടതില്ലടാ, നിന്റെ ശരീരത്തെ ബലിയർപ്പിക്കേണ്ടതില്ലടാ. മറിച്ച് കത്തിയാളുന്ന ബീഭത്സകരമായ ഭയാനകരമായ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാനൊരു മാർഗം പറഞ്ഞു തരികയാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ആ സ്വഹാബിയോട് പറയുന്ന മറുപടി, കുൻ മുസ്സിനാ കുൻ മുസ്സിനാ, നീ ഒരു നല്ല മനുഷ്യനാണ്, നരകത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം, നീ നല്ലൊരു മനുഷ്യനാണ്, നീ ഒരു ഗുണകാംക്ഷിയാണ്. അപ്പോഴാണ് ആ സ്വഹാബി മുത്തുനബിയോട് ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂലേ, എങ്ങനെയാണ് മുത്തുനബിയെ ഞാൻ നല്ലവനാണെന്നറിയുക? എങ്ങനെയാണ് മുത്തുനബിയെ ഞാൻ നല്ലവനാണെന്നറിയുക? ഒരുപാട് നിസ്കരിച്ചത് കൊണ്ടോ, ഖുർആൻ ഓതിയത് കൊണ്ടോ, സ്വതക ചെയ്തത് കൊണ്ടോ, ആരാധനകൾ ചെയ്തത് കൊണ്ടോ, നോമ്പെടുത്തത് കൊണ്ടോ, ഹജ്ജ് ചെയ്തത് കൊണ്ടോ, സ്വതക അതിന്റെ സകാത്ത് ഇതിന്റെ മുറ പോലെ വീട്ടിയത് കൊണ്ടോ, ആരാധനയുടെ ആകാശയാമങ്ങളിൽ സഞ്ചരിച്ചത് കൊണ്ടോ, പാതിരാത്രിയിൽ ഓരോരുത്തരും അവനവന്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ച് സ്വർഗസമാനമായ സുഖങ്ങൾ പങ്കിടുമ്പോ പള്ളിയുടെ കഥ തുറന്നുകൊണ്ട് നെറ്റിത്തടം വെച്ച് പൊട്ടിക്കരഞ്ഞത് കൊണ്ട് ഞാൻ നല്ലവനാണെന്ന് പറയാൻ പറ്റുമോ നബിയേ? അതുകൊണ്ട് ഞാൻ നല്ലവനാണെന്ന് വിധി എഴുതാൻ പറ്റുമോ നബിയേ? വല്ലാത്തൊരു ചോദ്യം. നമ്മളൊക്കെ വിചാരം അങ്ങനെ, കുറച്ച് ഖുർആൻ ഓതുന്നുണ്ട്, എല്ലാ ദിവസവും ഒരു ജുസു ഉസ്താദ് ഞാൻ തീർക്കുന്നു, ഞാൻ പള്ളിയിലേക്ക് താജുദ്ദീൻ തന്നെ പോയിട്ട് ഈ നാട്ടിൽ തന്നെ നമ്പർ 1 ആളാണ് ഞാൻ, കുറെ സക്കാത്ത് വീട്ടി, ഒരുപാട് നന്മകൾ ചെയ്തു, നോമ്പെടുത്തു, റജബില് തുടങ്ങിയ ഉസ്താദെ, ഇനി റമദാൻ കഴിഞ്ഞിട്ട് തന്നെ എന്റെതെല്ലാം അവസാനിപ്പിക്കുന്നത്. ചിലരുടെ വിചാരം അങ്ങനെയാണ്, ഇബാദത്ത് കൊണ്ടൊക്കെ നമ്മൾ രക്ഷപ്പെടും. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരുപാട് നിസ്കരിച്ചത് കൊണ്ടോ, ഖുർആൻ ഓതിയത് കൊണ്ടോ, സുന്നത്ത് നോമ്പെടുത്തത് കൊണ്ടോ, ഒരുപാട് ഹജ്ജ് കർമ്മം നിർവഹിച്ചത് കൊണ്ടോ, ഒരുപാട് നന്മകൾ ചെയ്തത് കൊണ്ടോ നീ നല്ലവനാണെന്ന് പറയാൻ പറ്റൂല്ലടാ. അതുകൊണ്ട് നീ നല്ലവനാണെന്ന് വിധി എഴുതാൻ പറ്റൂല്ലടാ, വിലയിരുത്താൻ പറ്റൂല്ലടാ. അപ്പോഴാണ് ആ പ്രിയപ്പെട്ട സ്വഹാബി ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ്, പിന്നെ എങ്ങനെയാണ് മുത്തുനബിയെ ഞാൻ നല്ലവനാണെന്നറിയുക? പിന്നെ എങ്ങനെയാണ് മുത്തുനബിയെ ഞാൻ നല്ലവനാണെന്നറിയുക? അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, ഈ മസ്ജിദുൻ നബവിയുടെ അകത്തളത്തിൽ നിന്ന് നിന്റെ വീടിന്റെ ഉമ്മറപ്പടി കയറി നീ വീട്ടിലേക്ക് കയറുന്നതിന്റെ മുമ്പ് ഒരാളോട് നീ ചോദിക്കണേ, ഒരാളോട് നീ നല്ലവനാണോ എന്ന് ചോദിക്കണേ. ആ ഒരാളെങ്ങാലും നിന്നെ കുറിച്ച് നീ നല്ലവനെന്ന് പറഞ്ഞാൽ, ആ ഒരാളെങ്ങാലും നീ ഗുണകാംക്ഷിയാണെന്ന് പറഞ്ഞാൽ, നീ നല്ലവനാണെന്ന് വിലയിരുത്തിയാൽ അല്ലാഹുവിന്റെ സ്വർഗം നിനക്ക് ഉറപ്പാ. ആ ഒരാളെങ്ങാലും നീ മോശപ്പെട്ടവനെന്ന് പറഞ്ഞാൽ, നീ ഗുണകാംക്ഷിയല്ല എന്ന് പറഞ്ഞാൽ, കത്തിയാളുന്ന ഭയാനകരമായ ബീഭത്സകരമായ നരകാഗ്നി നിനക്കുറപ്പാ. ആ
സ്വഹാബിയുടെ സംശയം വർദ്ധിച്ചു വരികയാണ്. മുത്തുനബിയോട് ആ പ്രിയപ്പെട്ട സ്വഹാബി ചോദിക്കുന്നു, നബിയേ, ഞാൻ ചോദിക്കേണ്ട ഒരാൾ ആരാണ് നബിയേ? എന്നെ 9 മാസവും 10 ദിവസവും ഗർഭം ചുമന്നുകൊണ്ട് രാത്രികളെ പകലുകളാക്കി മാറ്റി 2 ജീവനെ ഒന്നായി കണ്ട എന്റെ പ്രിയപ്പെട്ട ഉമ്മയോടാണോ നബിയേ? താഴെ വെച്ചാൽ ഉറുമ്പരിക്കും, മുകളിൽ വെച്ചാൽ പേനരിക്കുമെന്ന ഭയത്തോടുകൂടെ എന്നെ വളർത്തിയ എന്റെ പ്രിയപ്പെട്ട വാപ്പയോടാണോ നബിയേ? എന്നെ കെട്ടിപ്പിടിച്ച് സ്വർഗസമാനമായ സുഖങ്ങൾ എനിക്ക് സമ്മാനിച്ച എന്റെ ഭാര്യയോടാണോ നബിയേ? എനിക്ക് മുത്തം തന്ന എന്റെ മക്കളോടാണോ? എന്റെ തോളത്ത് കൈയിട്ട് നടന്ന കൂടപ്പറപ്പുകളും കൂട്ടുകാരോടാണോ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, പ്രിയപ്പെട്ടവനെ, നിന്റെ ഉമ്മയോടല്ല. നീ നല്ലവനാണോ എന്ന് ചോദിച്ച് വിലയിരുത്തേണ്ട ഒരാൾ നിന്റെ വാപ്പയല്ല, നിന്റെ കൂടപ്പറപ്പുകളല്ല, നിന്റെ പ്രിയപ്പെട്ടവരല്ല, നിന്റെ നാട്ടുകാരല്ല, നിന്റെ പ്രിയപ്പെട്ട മക്കളോ ഭാര്യയല്ല. മറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നീ നല്ലവനാണെന്ന് വിലയിരുത്തേണ്ട ഒരാൾ ആരാണെന്നറിയോ? സൽജിറാനക സൽജിറാനക. നിന്റെ അയൽവാസിയോട് ചോദിക്കണം, നിന്റെ അയൽവാസിയോട് നീ ചോദിക്കണം, നീ നല്ലവനാണോ?